അപ്പോൾ നമ്മുടെ കല്യാണ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. കല്യാണ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സദ്യ കയറില്ല കല്യാണം, എല്ലാ കല്യാണം ഇപ്പം അങ്ങനെ അല്ലല്ലോ. ഇപ്പോൾ ചിക്കനും നെയ്ച്ചോറ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ബിരിയാണി മന്തി അങ്ങനെയല്ലേ. അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ അങ്ങനെ നോൺ വെജ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ കേട്ടോ. കല്യാണത്തലേന്ന് ഞാൻ ഒന്ന് ജസ്റ്റ് എല്ലാം അതൊന്നും കാണിക്കുന്നുണ്ട്. ചിക്കൻ്റെ റൂമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനലിൽ കൂട്ടാക്കണം. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻസ്. എന്നിട്ട് കല്യാണ വീട്ടിലെ കാര്യങ്ങളാണ് കേട്ടോ. കല്യാണ വീട്ടിൽ ഇപ്പോൾ ആരും തന്നെ ഇല്ല. എന്തായാലും നമ്മൾ ഉള്ളിൽ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വീട്ടിൽ വെച്ചിട്ടില്ല അപ്പോൾ കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ചായതുകൊണ്ട് തന്നെ ആളുകൾ കുറവാണല്ലേ. രാത്രിയായിട്ടുണ്ട്, ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. കല്യാണത്തിന് ഷാളൊക്കെ കുറവാണല്ലേ. ഓഡിറ്റോറിയത്തിൽ കല്യാണം ആവുമ്പോൾ തന്നെ ആൾ വീട്ടിൽ കുറവാമല്ലോ. അങ്ങനെ ആകുമ്പോൾ പിന്നെ ചെക്കൻ്റെ കല്യാണം കൂടെയാണ്. പിന്നെ ചെക്കൻ്റെ കല്യാണമായിട്ട് ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ പ്രോഗ്രാമൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ആളൊക്കെ കൊടുത്തിട്ട് പക്ഷേ ഇത് പാട്ടും കുത്തും ഡാൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ചെറുക്കെ പറഞ്ഞ് കല്യാണം കൂടെ തുടങ്ങിക്കൊണ്ടിരിക്കണേ. നാളത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് കേട്ടോ. ശിവടി നിൽക്കുന്നുണ്ട് ഗൈസ് അല്ലേ. ചെറിയൊരു യൂട്യൂബറൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ തലേന്നത് ചോറ് കഴിക്കാൻ തുടങ്ങണം കേട്ടോ. ചോറ് എന്താണെന്ന് വെച്ചാൽ കോഴിയാണ്. നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം 5 മണി ആയിട്ടുണ്ട്. കുട്ടികളൊന്നും എണീറ്റിട്ടില്ല. രാവിലത്തെ സമയമാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ആരുമില്ല, കുട്ടികൾ ഉറങ്ങാണ്. അപ്പോൾ ഇതാ കല്യാണ ചെക്കൻ ഒരുങ്ങിയിട്ടൊന്നും കിട്ടും. നമ്മൾ ഏകദേശം ഒരുങ്ങി ലെവലായിട്ടുണ്ട്. അവൻ എന്താ ഒരുങ്ങണം എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ കല്യാണ ചെക്കൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ വലിയ ഇവിടെ ഉണ്ട് ഗൈസ്. മാറിയ ചുണ്ടൊന്നും ചോക്ലേറ്റ് ചെക്കൻ്റെ കാട്ടിലും ഉഷാറായിട്ടുണ്ട്. വാക്കിട്ടെടുത്ത് ഞങ്ങളൊക്കെ ഒരുങ്ങിയിട്ട് നിങ്ങൾ കൊടുക്കില്ലേ? ലാസ്റ്റ് കൊടുക്ക. എന്നാ ഓരോ വിളിച്ചോളി. നിങ്ങൾ പോലെ വിളിക്കുങ്ങളേ ഇല്ല.
ഓക്കെ ചേച്ചി കൈ പിടിച്ചിട്ട് ഫേസിലൊക്കെ നോക്കി ഫേസ് നോക്കി കൈ പിടിച്ചിട്ട് കൊടുക്കിട്ടോ കൈ പിടിച്ചിട്ട് കൊടുക്കും അതൊന്ന് മുഖത്തൊക്കെ നോക്കിയാണെങ്കിൽ ഫേസ് ഒക്കെ നോക്കിയാണെങ്കിൽ ഞങ്ങൾ ചെത്തി പൊളിച്ച് കൊടുക്കുന്നില്ല. ചെത്തി പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഭംഗി പറയട്ടോ. അപ്പോൾ നമ്മളിതാ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പെണ്ണൊക്കെ ഒരുങ്ങി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പെണ്ണിനെ ഞാൻ ഫസ്റ്റായിട്ടൊന്ന് കാണിക്കട്ടോ, ഒന്നും തെളിഞ്ഞതല്ലാത്ത രീതിയിൽ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പെണ്ണിനെ ഞാൻ കാണിക്കുന്നുണ്ട് ഇതിലിടയ്ക്ക്. അപ്പോൾ ഇതാ ഇപ്പോൾ മേക്കപ്പ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വെള്ളം കുടിക്കാൻ പോയിട്ടോ. വെള്ളം കുടിച്ച് കഴിഞ്ഞ് നേരെ നമ്മൾ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കയറി. അപ്പോൾ എവിടെ കൊണ്ടു അപ്പോൾ ഇതാ ചെക്കനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഇതാ താലം കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ചെക്കനെ വരവേറ്റ് നമ്മൾ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങാണ് കേട്ടോ അത്. പണ്ടൊക്കെ വിവാഹം നടക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കാരണവന്മാർ പറയുന്ന ചടങ്ങിനനുസരിച്ചൊക്കെയല്ലേ നടത്തുക. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ക്യാമറമാന്മാർ പറയുന്ന രീതിയിൽ എങ്ങനെ നടക്കണം, എങ്ങനെ വരണം, എങ്ങനെ ഇരിക്കണം എന്നുള്ള രീതിയിലൊക്കെയാണല്ലേ. അതായത് എല്ലായിടത്തും അങ്ങനെയാണ്. അപ്പോൾ കാലം മാറിയില്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഓരോ കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ അതേപോലെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇതാ മുന്നിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ മണ്ഡപത്തിൻ്റെ സെറ്റിങ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കൃഷ്ണനും രാധയും കൂടെ നിൽക്കുന്നത് കാണാൻ. അപ്പോൾ ഇതാ മുഹൂർത്തത്തിന് സമയമായിട്ടുണ്ട്. നമ്മുടെ ചെക്കനിതാ നമ്മളെ മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതാ പെണ്ണ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഡാൻസ് പ്രോഗ്രാം മതിമുഖിമാലതി അണിഞ്ഞൊരുങ്ങ് മംഗല കുങ്കുമമണിഞ്ഞൊരുങ്ങ് മതിമുഖിമാലതി അണിഞ്ഞൊരുങ്ങ് മംഗല കുങ്കുമമണിഞ്ഞൊരുങ്ങ് മിന്നി നിൽക്കൂ വിളക്കായി നീ പൂത്തു നിൽക്കൂ പൂനിലാവായി പ്രണയരാഗില മലരേ പ്രണയപരാഗില മലരേ കൊച്ചുകുറുമ്പിനൊരാവു പുലർന്നാൽ കല്യാണം ചെക്കനൊക്കെ താലികെട്ടിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്കാട്ടോ പോയത്. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. ഒന്നും പറയാനുണ്ടായിരുന്നില്ല, അത്രയും നല്ല അടിപൊളി സദ്യയായിരുന്നു. 2 കൂട്ടം പായസവും അടപ്പായസവും അരിയും ചെറുപയർ പായസവും അങ്ങനെ നല്ല സദ്യ എന്ന് പറഞ്ഞാൽ അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. നമുക്ക് നല്ലോണം എല്ലാം ഒരു കുറ്റവും പറയേണ്ടാത്ത വിധത്തിലുള്ള സദ്യയായിരുന്നു.
അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും നമ്മൾ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് വന്നിട്ടോ. പിന്നെ നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ചെക്കൻ്റെ വീട്ടിലേക്ക് കേട്ടോ. ചെക്കൻ്റെ അമ്മയും ഞാനും ഒക്കെ കൂടെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ താലെടുക്കേണ്ടതുണ്ടല്ലോ. നമ്മൾ പണ്ടൊക്കെ പറഞ്ഞാൽ അമ്മമാരൊന്നും നമ്മൾ മുഹൂർത്ത സമയത്തൊന്നും ഉണ്ടാവില്ല ചെക്കൻ്റെ അമ്മമാർ. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ വേഗം വീട്ടിലേക്ക് പോയിട്ടുണ്ട് താലൊക്കെ ഒരുക്കി വയ്ക്കാൻ വേണ്ടിയിട്ടോ.